السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما عاد فاستكبروا في الأرض بغير الحق وقالوا من أشد منا قوة أولم يروا أن الله الذي خلقكم هو أشد منهم قوة صدق الله مولانا العظيم. من فارق روحه جسده وهو بريء من ثلاث دخل الجنة: الكبر والدين والغلول صدق رسوله الأمين. لاقت أحاطت بنا في كل ناحية وأظلمت جللا والحمد لله. لم نرتجي كشف ضر ثم حادثتي في كل نائبة إلا من الله. فاثق به في ملمات الأمور ولا تجعل يقينك يوما غير الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അഹങ്കാരം, കിബിർ ഏത് അധികാരിയെയും ശക്തനെയും ഭക്തനെയും തകർത്ത് തരിപ്പണമാക്കുകയും നിന്ദ്യമായ നിസാരമായ അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യും എന്ന പാഠം അല്ലാഹുവും റസൂലും നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. ചരിത്രത്തിലെ ധാരാളം അഹങ്കാരികളുടെ പതനം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവതരിപ്പിച്ചിട്ടുണ്ട്. അഹങ്കാരികളുടെ പതനത്തിന്റെ ചരിത്രങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചത്, അവിടുത്തെ റസൂൽ വിശദീകരിച്ച് തന്നത് എനിക്കും നിങ്ങൾക്കും ലോകാവസാനം വരെ വരാനിരിക്കുന്ന സത്യവിശ്വാസികൾക്കും ഉത്ബോധനത്തിനും ഗുണപാഠത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ഏതാനും ചില ഖുർആനീക ചരിത്രങ്ങൾ കഴിഞ്ഞ ചില വെള്ളിയാഴ്ചകളിലൂടെ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഖുർആൻ അവതരിപ്പിച്ച അഹങ്കാരികളുടെ പതനമായി പറഞ്ഞു തന്ന ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ആദ് വർഗത്തിന്റെ ചരിത്രം. അറബ് സമൂഹത്തിന്റെ പൂർവീക പിതാക്കളായിരുന്നു ആദ് വർഗം. സൗദിയിലെ, UAE-യിലെ, ഖത്തറിലെ, ഒമാനിലെ തുടങ്ങിയ അറേബ്യൻ രാജ്യങ്ങളിലെ അവരുടെ ജനതയുടെ പൂർവീക പിതാക്കളാണ് ആദ് വർഗം. അവർ മല്ലന്മാരും കരുത്തരുമായിരുന്നു. സൂറ ഫജ്റിന്റെ 6, 7, 8 3 ആയത്തുകളിലൂടെ അല്ലാഹു അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്
ഇറമ ദാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. നമുക്ക് സുപരിചിതമായ സൂറ തന്നെയാണത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദിൻ. നബിയെ, ആദ് ജനതയെ അങ്ങയുടെ തമ്പുരാൻ, അങ്ങയുടെ നാഥൻ എന്താണ് ചെയ്തതെന്ന് അങ്ങ് കണ്ടില്ലേ? അവരെ ഏത് വിധത്തിലാണ് അള്ളാഹു തകർത്ത് കളഞ്ഞത് എന്ന് അങ്ങ് കണ്ടില്ലേ നബിയെ? ഇറമ ദാത്തിൽ ഇമാദ്, അമ്പരച്ചുംബികളായ പടുകൂറ്റൻ ഭവനങ്ങൾ, കൊട്ടാര സമാനമായ ഉയർന്ന ഉയർന്ന സൗധങ്ങൾ താമസിക്കാനായി പണിത് അതിനകത്ത് താമസിച്ചിരുന്ന ശക്തന്മാർ. അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, അവരെ പോലത്തെ ഒരു സമൂഹം ലോകത്തെവിടെയും അന്നോളം പടക്കപ്പെട്ടിട്ടേയില്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടേയില്ല. ആ ജനതയെപ്പോലത്തൊരു മനുഷ്യന്മാരെ അള്ളാഹ് പഠിച്ചിട്ടെന്നല്ല. അത്രയും കരുത്തുള്ള ഖേമന്മാരായ ജനതയായിരുന്നു ആദ് വർഗം. ഈ ആയത്തൊക്കെ വിശദീകരിച്ച് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അവരിലെ ഒരാളുടെ ഹൈറ്റ്, ഉയരം 400 ദിറാഇൻ, 400 മുഴക്കെ ഹൈറ്റ്. ഇന്ന് ജീവിക്കുന്ന നമ്മളൊക്കെ ഒരു 3, 3.5, 4 മുഴം, അതിനപ്പുറത്ത് ഹൈറ്റ് ഉണ്ടാവില്ല. ഇതൊന്നും അത്ഭുതപ്പെടാനല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ ഉയരം പുണ്യ റസൂൽ പറഞ്ഞു തന്നത് ബുഖാരിയിൽ കാണാമല്ലോ. ഖലഖല്ലാഹു ആദമ വതൂലുഹു 60 ദിറാഅ. അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു. വതൂലുഹു, മനുഷ്യ പിതാവിന്റെ ഹൈറ്റ്, ഉയരം 60 ദിറാഅ, 60 മുഴം. ഇത്രയിരിക്കും ഈ പള്ളിനേക്കാളൊക്കെ ഒരുപാട് ഉയരം ഉണ്ടാവും അത്. അവർ ശക്തരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വലിയ പാറ, സാധാരണ ഒരു 100 ആള് പിടിച്ചാൽ തന്നെ അനങ്ങാ പാറ, അവരിൽ ഒരാൾ അത് എടുത്തു പൊക്കുമായിരുന്നു. ഇപ്പൊ നമ്മുടെ AI അല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് ഒരുപാട് വീഡിയോകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടല്ലോ. അതിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട് ഇങ്ങനത്തെ മനുഷ്യന്മാരുടെ ചില വീഡിയോസ്. അത് ഉണ്ടാക്കിയതാണ്. ഇത് വലിയ പാറൊക്കെ പൊക്കുന്ന ഭയങ്കര ആചാനബാഹുക്കളായ മനുഷ്യന്മാര്. അതൊരു ഊഹം മാത്രമാണ്. എന്നാൽ അങ്ങനത്തെ ഒരു വിഭാഗം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അവരാണ് ആദ് വർഗം. സൂറ ഫുസ്സിലത്തിന്റെ 15, 16 ആയത്തുകളിൽ ഇവരുടെ ആരോഗ്യം, ശാരീരിക കരുത്ത് അതു കാണിച്ചുകൊണ്ട് അഹങ്കരിച്ചതും തൽഫലമായി അവർക്ക് നേരെ അള്ളാഹു ശിക്ഷ അവതരിപ്പിച്ചതുമായ ചരിത്രമാണ് ഫുസ്സിലത്തിന്റെ 15, 16 പറയുന്നത്. അവരുടെ അഹങ്കാരം, അവരുടെ മെയ്ക്കരുത്ത്, കായികപരമായ അവരുടെ ക്ഷമത, അത് വെച്ചവര് അഹങ്കരിച്ചപ്പം അവർക്ക് കിട്ടിയ അടി. فَأَمَّا عَادٌ فَاسْتَكْبَرُوا فِي الْأَرْضِ بِغَيْرِ الْحَقِّ. അറിയുക ഉമ്മത്തെ, സമൂഹമേ, അപ്പോൾ ആദ് വർഗം അന്യായമായി ഭൂമിയിൽ ഗർവ് നടിച്ചു, അഹങ്കാരം നടിച്ചു നടന്നു. വഖാലു, അവർ അഹങ്കാരത്തിന്റെ ഭാഷയിൽ പറയുകയും ചെയ്തു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തർ ലോകത്താരുണ്ട്. മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ കരുത്തുറ്റവർ ആരാടാ ഉള്ളത്? അവരുടെ ആ ചോദ്യം ന്യായമായിരുന്നു. അവരുടെ ആ ചോദ്യം സത്യമായിരുന്നു. അള്ളാഹ് തന്നെ പറഞ്ഞല്ലോ, അവരെ പോലത്തെ ഒരു വിഭാഗത്തെ പഠിച്ചിട്ടില്ലാന്ന്. അവർ കളവ് പറഞ്ഞതല്ല. അവർക്ക് ആ കിട്ടിയ കരുത്തിൽ അവർ അഹങ്കരിച്ചു പറഞ്ഞു, മൻ അശദ്ദു മിന്നാ ഖുവ്വ,
ഞങ്ങളെക്കാൾ കരുത്തുറ്റവർ ആരുണ്ടടാ, ആരോഗ്യമുള്ളവർ മെയ് കരുത്തുള്ളവർ ആരുണ്ടടാ. ഇത് ആദ്വർഗം പറയുമ്പോ മാത്രം കുറ്റാവും, നമ്മൾ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്. ഇതൊരു വ്യക്തി പറഞ്ഞാൽ, ഒരു സംഘടന പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ അത് അഹങ്കാരത്തിന്റെ മുദ്രാവാക്യം തന്നെയാകും തീർച്ച. മതസംഘടനകളുടെ നേതാക്കന്മാര് പോലും മീഡിയയ്ക്ക് മുന്നിൽ വന്ന് തള്ളുന്ന തള്ള് ഈ സമീപകാലത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ശക്തരാണ്, ആർക്കും ഞങ്ങളെ തകർക്കാനാവൂല. ഏത് മതസംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ പറയാ, ഞങ്ങളെ സംഘടന അതിനെ തകർക്കാൻ ആർക്കുമാവില്ല, ഞങ്ങൾ അള്ളാഹു കരുത്തുള്ളവരാക്കി എന്ന് പറയുകയാണെങ്കിൽ ഒരു മര്യാദ ഭാഷയാണ്. ഇതങ്ങനെയല്ല. മൻ അശദ്ദു മിന്നാ ഖുവ്വ, ആരുണ്ടടാ ഞങ്ങളോട് എതിരിടാൻ, ഞങ്ങളാണ് കരുത്തർ. ഇത് ആദ് വർഗത്തിന്റെ ജൽപ്പനമാണ്. അവരെന്താ ശക്തി ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, അവര് നല്ല ശക്തി. എന്നാൽ ഈ പറയുന്ന സംഘടനക്കാരൊക്കെ എന്താ അവരെ ശക്തി? സമൂഹത്തിലൊരു സ്വാധീനം ചെലുത്താൻ പറ്റൂല, അവരൊരു ചുക്കും ചെയ്യൂല, ചുണ്ണാമ്പും ചെയ്യൂല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഞങ്ങളാണ്. എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം. രാജവമ്പാലയുടെ കടിയേറ്റ് മയ്യത്തായ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോ പണ്ട് ഞാഞ്ഞൂള് മണ്ണിര പറഞ്ഞത്രേ, ഞങ്ങളെ വർഗത്തിനോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കുന്നു. മണ്ണിരല്ലേ ഒക്കെ ഇഴജന്തു എന്നുള്ള നിലക്കൊരു ഐറ്റംസാ വർഗ. രാജവമ്പാലന്റെ കടിയേറ്റ് മരിച്ചതാ, മയ്യത്തുണ്ടോപ്പോ അപ്പം മണ്ണിര പറയാ, ഞങ്ങളെ വർഗത്തിനോട് കളിച്ചാൽ അങ്ങനെ ഉണ്ടാവുന്നു. ഈ കോലത്തിൽ തള്ളുക. ഇനിയിപ്പോ നാളെ നമ്മുടെ ഫലപ്രഖ്യാപനം വരികയാണ്. പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നാളെ ഫലപ്രഖ്യാപനത്തിന്റെ ദിവസമാണ്. ഇന്നിപ്പോ നെഞ്ചിടിപ്പോടെ ചങ്കിടിപ്പോടെയാണ് നമ്മളൊക്കെ ഇരിക്കണേ. ആ റിസൾട്ട് ഇപ്പൊ ആ പെട്ടിക്കകത്തുള്ളത്. നാളെയാണ് അത് പുറത്തു വരിക. നാളെ പുറത്തു വരുമ്പോൾ ഒരാൾ ജയിക്കും. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരാളും അയാളെ പാർട്ടിയാണ് ജയിക്കുക, ഓപ്പോസിറ്റ് തോക്കും. അങ്ങനെ തോക്കുമ്പോ ആരും തന്നെ ഈ മുദ്രാവാക്യമായിട്ട് രംഗത്ത് വരരുത്. മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുണ്ടടാ, ഞങ്ങളാണ് കരുത്തുറ്റവർ പറയരുത് കേട്ടോ. ആഘോഷപ്രകടനമാകാം, സന്തോഷപ്രകടനമാകാം, വോട്ടുകാരോട് നന്ദി പറയാം, അതൊക്കെ ആയിക്കോട്ടെ. ഈ തോറ്റിരിക്കുന്ന സാധുവിന്റെ നെഞ്ചത്ത് കയറിയിട്ട് ആ മനുഷ്യനെ നാണം കെടുത്തിയിട്ട് ആരാടാ ഏറ്റുമുട്ടാൻ ഞങ്ങളോട് എന്ന് പറയുന്ന ഭാഷ, അത് അഹങ്കാരത്തിന്റെ മുദ്രാവാക്യമാണ്. അങ്ങനെ ജയിച്ച ആള് പറഞ്ഞാൽ തോറ്റവനേക്കാൾ വലിയ തോൽവി ആ ആൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിരുന്നത്. ഇതിപ്പോ ഞാനൊന്ന് അടിവരട്ട് പറയാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകരാൻ പാടില്ല. നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കുടുംബത്തിലെ മെമ്പർമാർ, സുപരിചിതരായ മുഖങ്ങൾ, ഇവരൊക്കെ തമ്മിൽ മത്സരിച്ചിട്ടുള്ളത്. നാളെ ആഘോഷം പരിധിവിട്ട് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന വിധം, തോറ്റവന്റെ നെഞ്ചത്ത് കയറി മേയുന്ന വിധം ഒരാളും ഈ പള്ളിയിലിരിക്കുന്ന ഏത് പാർട്ടിന്റെ ആളായിരുന്നു, നമുക്ക് പാർട്ടിയൊന്നുമില്ല, ഇവിടെ കാര്യ പറയണേ, ആ പണിക്ക് നിൽക്കരുത്, ആരും നിൽക്കരുത്. അതോടൊപ്പം ജയിച്ചവർ മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളോട് എതിരിടാൻ ആരുണ്ട്, ഞങ്ങളെക്കാൾ ശക്തർ ആരുണ്ട്, അത് പറയണ്ട. അത് ആദ് വർഗം മുഴക്കിയ മുദ്രാവാക്യമാണ്, സന്ദർഭോചിതായി ഉണർത്തിയെന്ന് മാത്രം. അള്ളാഹു പറയാണ് അവരോട്, നിങ്ങൾ കരുത്തുള്ളവരാണ്. അല്ലത്തീലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ഒരു നാട്ടിലും അവരെ പോലത്തെ ജനത പടക്കപ്പെട്ടിട്ടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സത്യാണ്, നിങ്ങൾ കരുത്തുള്ളവരാണ്. പക്ഷേ അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖകും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവർ കാണുന്നില്ലേ, അവർ അറിയുന്നില്ലേ, അവരെ പടച്ച അല്ലാഹു, അവർക്ക് കരുത്തു കൊടുത്ത അല്ലാഹു, ഭീമന്മാരായ ആ ജനതയെ പടച്ച് അവർക്ക് ആരോഗ്യവും ശക്തിയും പകർന്നു കൊടുത്ത അല്ലാഹു, ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവൻ ഇവരെക്കാൾ ശക്തരാണെന്ന വസ്തുത അവർ കാണാതെ പോകുകയാണോ? ഇവരെ പടച്ച അല്ലാഹുക്ക് അവരെക്കാൾ കരുത്തുവാണല്ലോ. അതെന്തേ അവർ കാണാതെ പോയി? അല്ലാഹുവിനെ എന്തേ അവർ അവഗണിച്ചു?
ഈ പരമസത്യം പറയാനും പഠിപ്പിക്കാനും വേണ്ടി മഹാനായ സയ്യിദുനാ ഹൂദ് നബി അലൈഹിസ്സലാമിനെ ആദ് വർഗത്തിലേക്ക് അല്ലാഹു നിയോഗിച്ചു. ഹൂദ് നബി അലൈഹിസ്സലാം അവരുടെ മുന്നിൽ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, കരുത്തുണ്ട്, ലോകത്തൊരാൾക്കും ഇല്ലാത്ത കരുത്തുറ്റ മനുഷ്യന്മാരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളെ പടച്ച് ഈ കരുത്ത് തന്ന നാഥൻ നിങ്ങളെക്കാൾ കരുത്തുള്ളവനാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ പ്രവാചകനെ അവർ പുച്ഛിച്ച് തള്ളുകയും അവർ അഹങ്കാരത്തിൽ തുടരുകയും ചെയ്തപ്പോൾ തൽഫലമായി സംഭവിച്ചതാണ് ഫുസ്സിലത്തിന്റെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. എന്താ സംഭവിച്ചത്? ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹിസാത്. അവർക്ക് മീതെ ശക്തമായ ശീതക്കൊടുങ്കാറ്റ് നാം അയച്ചു. ശക്തമായ തണുപ്പുള്ള കാറ്റ്. ഇപ്പൊ AC-യുടെ കാറ്റ് തന്നെ നേരെ കെട്ടടിച്ചാൽ നമുക്കത് താങ്ങാൻ പറ്റൂല. ഒരു 22 18 വേണ്ട, ടെമ്പറേച്ചർ 22 ഇട്ടാൽ തന്നെ നമുക്കത് അടിക്കാൻ പറ്റൂല. കടുത്ത തണുപ്പുള്ള കാറ്റിനെ, കൊടുങ്കാറ്റിനെ അവരിലേക്ക് നാം അയച്ചു. ഫി അയ്യാമിൻ ഹിസാത്തിൻ, ദുരിതങ്ങൾ നിറഞ്ഞ ഏതാനും ദിവസങ്ങൾ ആ കൊടുങ്കാറ്റ് നിലനിന്നു. ഒരു ദിവസമുണ്ടായ ഏതാനും മണിക്കൂറുകളിലല്ല, ഖുർആൻ തന്നെ പറഞ്ഞു 7 രാത്രികളും 8 പകലുകളും ആ കൊടുങ്കാറ്റ് നിലനിന്നു. വേറൊരായത്തില് 7 രാത്രിയും 8 പകലുകളും, അതാണ് നഹിസാത്തിന്റെ യൗമുകൾ എന്ന് പറഞ്ഞത്. ദുരിതം നിറഞ്ഞ ദിവസങ്ങളിൽ കൊടുങ്കാറ്റ് നിലനിന്നു. എന്താ സംഭവിച്ചത്? കടപുഴകി വീണ ഈന്തപ്പനകളെപ്പോലെ ആദ് വർഗം ചത്തുവീണു. ഈന്തപ്പന വീണ പോലെ, അതിനേക്കാൾ വലിയ സാധനങ്ങളായിരുന്നല്ലോ അവര്. അറബികളോട് ഖുർആൻ സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക, വേരോടെ കാറ്റത്ത് പിഴുതു വീണ, മറിഞ്ഞു വീണ ഈന്തപ്പന പോലെ ആദ് വർഗം ചത്തു വീണു. എന്തിനാ അള്ളാഹു ഇങ്ങനെയൊക്കെ മരിച്ചു നിന്നിട്ട് മശറിന്ന് നരകത്തുനിന്ന് കൊടുത്താ പോരെ? എന്തേ ഇങ്ങനെ ചെയ്തത്? ലിനുദീഖഹും അദാബൽ ഖിസ്യി ഫിൽ ഹയാത്തിദ് ദുനിയാ വലഅദാബുൽ ആഖിറതി അഖ്സാ വഹും ലാ യുൻസറൂൻ. പരിശുദ്ധ ഖുർആൻ ലിനുദീഖഹും അദാബൽ ഖിസ്യി ഫിൽ ഹയാത്തിദ് ദുനിയാ. ഈ ഗർവ് നടിച്ച അഹങ്കാരികൾ, അഹങ്കാരം നടിച്ച ആദ് വർഗത്തെ രുചിപ്പിക്കാൻ വേണ്ടി, ആസ്വദിപ്പിക്കാൻ വേണ്ടി നിന്ദ്യമായ ശിക്ഷ, ഈ ലോകത്ത് വെച്ച് തന്നെ നാണം കെട്ട ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ കാറ്റയച്ച് തകർത്തത്. ഈ ലോകത്ത് തന്നെ ആ ധിക്കാരത്തിനുള്ള ഒന്നാമത്തെ അടി പൊട്ടി. അതായിരുന്നു ആ കൊടുങ്കാറ്റ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വലഅദാബുൽ ആഖിറതി അഖ്സാ. ഇതൊന്നുമല്ല പരലോകത്ത് അവരെ കാത്തിരിക്കുന്ന ശിക്ഷാമുറകൾ. അത് ഇതിനേക്കാൾ നിന്ദ്യമായ, വേദനാജനകമായ, അവരെ അപമാനിതരാക്കുന്ന കൊടും ശിക്ഷയാണ് പരലോകത്ത് അവരെ കാത്തിരിക്കുന്നത്. വഹും ലാ യുൻസറൂൻ. ഒരാളും ഒരു പടപ്പും അവിടെ അവരെ സഹായിക്കാനെത്തുന്ന പ്രശ്നമല്ല. മുഅ്മിനീങ്ങളെടുത്ത് കുറ്റം പറ്റിയാല് ശഫാഅത്തിന് നബിമാര് വന്നേക്കാ, ഔലിയാക്കള് വന്നേക്കാ, മുഅ്മിനീങ്ങൾ വന്നേക്കാ, കുടുംബത്തിലെ നല്ല മെമ്പർമാർ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവര് ഇടപെടാൻ വന്നേക്കാം. എന്നാൽ അഹങ്കാരികളുടെ കേസിൽ ഇടപെടാൻ വഹും ലാ യുൻസറൂൻ, അവരെ സഹായിക്കപ്പെടുന്ന പ്രശ്നമേയില്ല. ഒരു മേഖലയിൽ നിന്നും, ഒരിടത്ത് നിന്നും അവരെ സഹായിക്കാൻ ആരും തന്നെ കടന്നു വരികയില്ല. വന്നാൽ തന്നെ അനുവദിക്കുകയുമില്ലെന്ന് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരുന്നു. ആദ് വർഗത്തിന്റെ ചരിത്രം ഈ ലോകത്ത് നിന്ന് അടിയ, പരലോകത്തവരെ കാത്തിരിക്കുന്ന ശിക്ഷാമുറകളെക്കുറിച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് ആദ് വർഗത്തെക്കുറിച്ച് മാത്രമല്ല, ഫിറൗനെ കുറിച്ച് മാത്രമല്ല, നമ്രൂദിനെ കുറിച്ച് മാത്രമല്ല, ഖാറൂനെ കുറിച്ച് മാത്രമല്ല, ഇന്ന് ജീവിക്കുന്ന ഈ അവരുടെ പാർട്ടിക്കാർക്ക് കിട്ടുന്ന, പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ. അള്ളാഹ് പറഞ്ഞത് പരലോകത്ത് ഇതിനേക്കാൾ കടുത്ത നിന്ദ്യതയേറിയ ശിക്ഷ എന്തെന്നാ.
അള്ളാഹുവിന്റെ റസൂൽ അത് വിശദീകരിച്ചു തന്നു. നമുക്ക് ഏതാനും ചില ഹദീസുകൾ നോക്കാം. ഈ ആയത്തിന്റെ വിശദീകരണമായി വന്ന ഹദീസുകൾ നോക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അഹങ്കരിക്കേണ്ട മുഅ്മിനെ, ഗർവ് നടിക്കേണ്ട മുസൽമാനെ, വിനയത്തോടെ ജീവിച്ചോ, ഇല്ലെങ്കിൽ അടി ഇവിടെയും പൊട്ടും അവിടെയും പൊട്ടും. അല്ലാഹു കാക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മഹ്ശറ വൻ സഭയിലേക്ക്, സമ്മേളന നഗരിയിലേക്ക്, മാനവകുലം മുഴുവൻ തടിച്ചുകൂടുന്ന മഹ്ശറ സമ്മേളന നഗരിയിലേക്ക് അഹങ്കാരികൾ കൊണ്ടുവരപ്പെടുന്നതെങ്ങനെയാണ്? അഹങ്കാരികൾ കടന്നു വരുന്നതെങ്ങനെയാണ്? അംസാലദ്ദർരി ഫീ സുവരി റിജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അംസാലദ്ദർരി, കുഞ്ഞനുറുമ്പുകളുടെ കോലത്തിൽ, കുഞ്ഞനുറുമ്പിന്റെ വലിപ്പത്തിൽ. ഫീ സുവരി റിജാൽ, മനുഷ്യന്മാരുടെ രൂപാണ്, ഉറുമ്പിന്റെ രൂപമല്ല, വലിപ്പം കുഞ്ഞനുറുമ്പിന്റെ വലിപ്പം. ഫീ സുവരി റിജാലി, മനുഷ്യന്മാരുടെ രൂപത്തിലുള്ള ഉറുമ്പുകളുടെ വലിപ്പത്തിലുള്ള ജന്തുക്കളായിട്ടാണ് അവർ മഹ്ശറ സഭയിലേക്ക് കടന്നു വരിക. എന്നിട്ടോ അവരെ സർവരും ചവിട്ടിമെതിക്കും കാലിനടിയിൽ. ചത്തുവോ? ചാവൂല. നിന്യതയുടെ ശിക്ഷ തുടങ്ങാണ് മഹ്ശറയിൽ. വീണ്ടും അവർ ചവിട്ടിമെതിക്കപ്പെടും. കുഞ്ഞനുറുമ്പുകളുടെ വലിപ്പത്തിൽ മനുഷ്യരൂപത്തിലാണ് മുതകബ്ബിരീങ്ങളെ, അഹങ്കാരികളെ മഹ്ശറയിലേക്ക് അല്ലാഹു കൊണ്ടുവരിക. സർവ പടപ്പുകളും, മനുഷ്യന്മാര് മാത്രല്ല മൃഗങ്ങളൊക്കെ വരുമല്ലോ അവിടെ, എല്ലാരും ചവിട്ടിമെതിക്കും. സുമ്മ യുസാഖൂന ഇലാ സിജിനിൻ ഫീ ജഹന്നം. അങ്ങനെ മഹ്ശറ സമ്മേളന നഗരിയിൽ ഉറുമ്പിന്റെ വലിപ്പത്തിലുള്ള മനുഷ്യകോലത്തിലുള്ള ധിക്കാരി വർഗം വന്നണഞ്ഞാൽ, സുമ്മ യുസാഖൂന ഇലാ സിജിനിൻ ഫീ ജഹന്നം, നരകത്തിലൊരു സ്പെഷ്യൽ ജയിലറയുണ്ട്. യുസമ്മാ ബൂലസ്, അതിന്റെ പേരാണ് ബൂലസ്. വിയ്യൂർ സെൻട്രൽ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ പോലെ ജഹന്നമിലൊരു ജയിലറയുണ്ട്, സ്പെഷ്യലായി ഒരുക്കപ്പെട്ട ജയിലറ. യുസമ്മാ ബൂലസ്, നബി തങ്ങൾ പറയുന്നു അതിന്റെ പേര് ബൂലസ് എന്നാണ്. നിത്യനിരാശയിൽ അകപ്പെട്ട മനുഷ്യന്മാർ താമസിക്കുന്ന ഇടം ബൂലസ്, അവിടക്ക് അവരെ തെളിക്കപ്പെടും. യുസ്ഖൗന മിൻ തീനിൽ ഖബാൽ ഉസാറത്തു അഹ്ലിന്നാർ. എന്നിട്ട് അവർക്ക് അവിടെ വെച്ച് കൊടുക്കുന്ന വെൽക്കം ഡ്രിങ്ക് എന്താണെന്നറിയോ? അവരെ എതിരേൽക്കുന്ന മലക്കുകൾ അവരെ കുടിപ്പിക്കുന്ന പാനീയം എന്താണെന്നറിയോ? ഉസാറത്തു അഹ്ലിന്നാർ, നരകവാസികളിൽ നിന്നൊഴുകുന്ന, നിർഗളിക്കുന്ന, ഒലിച്ചിറങ്ങുന്ന, ചാലിട്ടൊഴുകുന്ന ചീഞ്ചലമുണ്ടല്ലോ, അതാണ് അവരെ കുടിപ്പിക്കുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ്. സ്വർഗനരകങ്ങൾ തർക്കിക്കുന്നുണ്ട്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, സ്വഹീഹായ ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇഹ്തജ്ജത്തിൽ ജന്നത്തു വന്നാർ, സ്വർഗവും നരകവും തർക്കിക്കുകയാണ്, ചണ്ട കൂടുക. സ്വർഗ നരകങ്ങൾ തർക്കത്തിൽ. ഫഖാലത്തിന്നാർ, നരകം തർക്കിച്ചുകൊണ്ട് സ്വർഗത്തോട് പറഞ്ഞു, ഫിയൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, എന്നിൽ വന്നണയുന്ന അന്തേവാസികൾ കേമന്മാരായ സ്വേച്ഛാധിപതികളാണ്, അഹങ്കാരം നടിച്ചവരാണ്. ഭൂമിയിൽ ജീവിച്ച മേലാളന്മാർ, മേൽക്കോയ്മ നടിച്ചവർ, ഒരുപാട് ചക്രവർത്തിമാർ, മന്ത്രിമാർ, പണച്ചാക്കുകൾ, കേമന്മാരായ ആളുകളാണ് എന്റെ അന്തേവാസികൾ. ആര് പറയും? നരകം പറയും. നരകം സ്വർഗത്തോട് പറയാന്, എന്റെ അടുത്ത് പാർക്കുന്ന നിന്റെ ഈ തേർഡ് ക്ലാസ് പാർട്ടി ഒന്നല്ല, കേമന്മാർ, ഒന്നൊന്നര ചക്രവർത്തിമാർ, അധികാരികള്, മേലാളന്മാരൊക്കെയാണ് എന്റെ അടുത്ത് വന്നണയുന്നത്. ഫഖാലത്തിൽ ജന്ന, സ്വർഗം നരകത്തോട് തർക്കിച്ച് മറുപടി പറഞ്ഞു, ഫിയൽ ഫുഖറാഉ വൽ മസാകീൻ, എന്നിൽ വന്നണയുന്നവർ ദരിദ്രരായ, പട്ടിണിപ്പാവങ്ങളായ, സാധുക്കളായ ആളുകളാണ്. അവർക്കല്ലേ അഭയം കൊടുക്കേണ്ടത്? അവർക്ക് അഭയം കൊടുക്കുന്നത് ഞാനാണ്. നീ ആ കേമന്മാർക്ക് കൊടുക്കുമ്പോ സഹായം ആവശ്യമുള്ള പാവങ്ങളെ അഭയം നൽകി സൽക്കരിക്കുന്നത് ഞാനാണ് എന്ന് സ്വർഗം വാദിക്കുമ്പോ അതിലിടപെട്ടുകൊണ്ട് പടച്ച തമ്പുരാൻ
ഫഔഹാ ഇലൽ ജന്ന, സ്വർഗ്ഗത്തോട് പറയും അടങ്ങ്, നിങ്ങൾ തർക്കിക്കണ്ട. സ്വർഗ്ഗത്തോട് പറയും അല്ലാഹു അന്തി റഹ്മതി അർഹമു ബികി മൻ അശാ, നീ ശബ്ദകോലാഹലം ഉണ്ടാക്കണ്ട, നരകത്തിനോട് തർക്കിക്കാൻ പോകണ്ട. സ്വർഗമേ, അന്തി റഹ്മതി, നീ എന്റെ കാരുണ്യമാണ്, നീ എന്റെ റഹ്മത്താൻ. അർഹമു ബികി മൻ അശാ, നിന്നെക്കൊണ്ട് ഞാൻ അനുഗ്രഹിക്കും, കരുണ ചൊരിയും. ഞാൻ ഉദ്ദേശിക്കുന്ന മെമ്പർമാരെ നിന്നെക്കൊണ്ട് ഞാൻ അനുഗ്രഹിക്കും. വ ഇലന്നാർ, നരകത്തിന്റെ ഭാഗത്തേക്ക് പടച്ച തമ്പുരാൻ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അന്തി അദാബി യാ നാറു അന്തി അദാബി, അല്ലയോ നരകമേ, നീ എന്റെ ശിക്ഷാമുറയാണ്. ഉഅസിബു ബികി മൻ നശാ, നിന്നെക്കൊണ്ട് ഞാൻ അടിക്കേണ്ടവരൊക്കെ അടിക്കും, നിന്നിലൂടെ ശിക്ഷിക്കേണ്ടവരെയൊക്കെ ഞാൻ ശിക്ഷിക്കും. നിങ്ങൾ ഇതിന്റെ പേരിൽ തർക്കിക്കണ്ട, രണ്ടും എന്റേതാണ്, എന്റെ പടപ്പുകളാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻകുമാ മിൽഉഹാ, വലികുല്ലി വാഹിദത്തിൻ മിൻകുമാ മിൽഉഹാ. നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നത്? സ്വർഗമേ, നിനക്ക് നിറച്ച് ഞാൻ തരാം, നരകമേ, നിനക്കും നിറച്ച് ഞാൻ തരാം. അങ്ങനെ സ്വർഗത്തിലേക്ക് വേണ്ട പാർപ്പിടക്കാരെ, താമസക്കാരെ കൈമാറി. സ്വർഗത്തിനത് കിട്ടിയപ്പോ ഫസക്കനത്ത്, സ്വർഗം അടങ്ങി. കിട്ടിയവരും കൊണ്ട് സൈലന്റായി സ്വർഗം. നരകത്തെ ജിന്ന് വർഗത്തെ കൊണ്ടും മനുഷ്യവർഗത്തെ കൊണ്ടും നിറച്ചകട് കൊടുത്തപ്പോ അതിന്റെ വയറും വായയും നിറയും വിധം അള്ളാഹു മലക്കുകളെയും ജിന്നുകളെയും കൊണ്ട് നിറച്ചു കൊടുത്തപ്പോ, എന്നിട്ട് ആ നരകം ആ നേരത്തും ചോദിക്കാണ് ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഇനി എക്സ്ട്രാ ഇല്ലേ, ഇനി അധികം ഇനി തരാനില്ലേ എന്ന് ദാഹം തീരാതെ, ആർത്തി തീരാതെ നരകം വിളിച്ചു ചോദിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി, ഇത് ഖുർആനും പറഞ്ഞതാ. സൂറത്ത് ഖാഫിന്റെ 30-ാമത്തെ ആയത്തൊന്ന് എടുത്ത് വായിച്ചു നോക്കൂ. യൗമ നഖൂലു ലിജഹന്നം ഹലിം തലഇതി വതഖൂലു ഹൽ മിൻ മസീദ്. ഖാഫ് സൂറ എന്താ പറയുന്നത്? യൗമ നഖൂലു ലിജഹന്നം, ഞാൻ നരകത്തിനോട് ചോദിക്കുന്ന ദിവസം വരാനിരിക്കുന്നു. എന്താ ഞാൻ ചോദിക്കുക? അല്ലാഹു പറയാ ഹലിം തലഇതി, നിറഞ്ഞില്ലേ നിനക്ക്, മതിയായില്ലേ നിനക്ക്? നിറഞ്ഞല്ലോ, ഞാൻ ഇഷ്ടം പോലെ മെമ്പേഴ്സിനെ തന്നല്ലോ, താമസക്കാരെ. ഹലിം തലഇതി, നിനക്ക് നിറഞ്ഞില്ലേ നരകമേ നിന്റെ വയർ? തഖൂലു, അത് മറുപടി പറയുന്നത് ഹൽ മിൻ മസീദ്, ഇനിയുമില്ലേ, ഇനിയുമില്ലേ, അധികം അധികം ആളുകൾ ഇനിയും തരാനില്ലേ തമ്പുരാനെ എന്നാ ചോദിക്കാന്ന. റസൂലുള്ള പറയുന്നുണ്ട് അള്ളാഹു അവന്റെ കാലട് വെച്ചുകൊടുക്കുന്ന അടങ്ങി അഫസക്കനത്ത്, അപ്പളാ അടങ്ങാൻ, അടങ്ങിക്കോന്നുള്ള അർത്ഥത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തരാണ് ഖുർആൻ വിശദീകരിച്ചുകൊണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം യഖ്റുജു മിനന്നാരി ഉനുഖുൻ, നരകത്തിൽ നിന്ന് അഗ്നിനാമ്പുകൾ കുടഞ്ഞുകൊണ്ട്, അഗ്നിയുടെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ട് ഒരു കഴുത്ത്, ഒരു പിരടി ഇങ്ങനെ നീണ്ടുവരും. ലഹു അയ്നാനി തുബ്സിറാൻ, കാഴ്ചയുള്ള 2 കണ്ണുകൾ അതിനുണ്ടാകും. വ ഉദ്നാനി തസ്മഅൻ, കേൾവിയുള്ള 2 കാതുകൾ അതിനുണ്ടാകും. വ ലിസാനുൻ യന്തിഖു, സംസാരശേഷിയുള്ള ഒരു നാക്കും അതിനുണ്ടാകും. ജഹന്നമിന്റെ തീക്കുണ്ഠാരത്തിൽ നിന്ന് ഒരു കഴുത്തിങ്ങനെ നീണ്ടുവരുന്നു, അതിന് കണ്ണും കാതും നാക്കും ഉണ്ടാകും. വയഖൂൽ, അത് വിളിച്ചു ചോദിക്കുന്നത് വുക്കിൽതു ബിസലാസ, ഞാൻ വന്നിരിക്കുന്നത് 3 വിഭാഗത്തെ കുത്തിവലിച്ച് നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ. 3 വിഭാഗത്തെ കൊണ്ടാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 1 ബികുല്ലി ജബ്ബാരിൻ അനീദ്, 2 വബിമൻ ദഅ മഅല്ലാഹി ഇലാഹൻ ആഖർ, 3 വബിൽ മുസവ്വിരീൻ. ഒന്നാമതായി പറയുന്നത് ബികുല്ലി ജബ്ബാരിൻ അനീദ്, മൂട്ട് കാട്ടുന്ന ധിക്കാരികൾ, ക്രൂരന്മാരായ അഹങ്കാരികൾ, അവരെ കടിച്ചു വലിച്ചു കൊണ്ടുപോകാനാണ്. 2 വബിമൻ ദഅ മഅല്ലാഹി ഇലാഹൻ ആഖർ, ശിർക്ക് ചെയ്ത മുശ്രിക്കുകളെ, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ദൈവത്തെ സ്ഥാപിച്ചവൻ, വിശ്വസിച്ചവൻ, പ്രാർത്ഥിച്ചവൻ, അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ. 3 വബിൽ മുസവ്വിരീൻ, രൂപമുണ്ടാക്കി, പ്രതിമകളെ ഉണ്ടാക്കി
ആരാധനകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ആളുകൾ ഇവരെ കൂട്ടിക്കൊണ്ടുപോകാനാ വന്നിട്ടുള്ളത്. ആരാ സ്വർഗത്തിലേക്ക്, ആരാ നരകത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഭാഗത്ത് കാണാ, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാ, സ്വഹാബാക്കളോട് തങ്ങൾ ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബി അഹ്ലിൽ ജന്ന, സ്വർഗക്കാർ ആരാണെന്ന് ഞാനൊന്ന് അറിയിച്ചു തരട്ടെ, നിങ്ങൾക്കറിയാൻ താല്പര്യമില്ലേ? മൂവാറ്റുപുഴക്കാർക്കില്ല, അവർ ഉറക്കത്തിലാ, ചെറിയ വൃശ്ചിക മാസത്തിന്റെ തണുപ്പൊക്കെ കിട്ടിയപ്പോൾ ഉറക്കത്തിലാ. സ്വർഗത്തിൽ പോണോല് പൊക്കോട്ടെ, നരകത്തിലും പോണ, നമ്മളിപ്പോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല. സ്വഹാബാക്കൾ ഏകസ്വരത്തിൽ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ആരാണ് സ്വർഗക്കാർ എന്ന് പറഞ്ഞു തന്നാലും ഞങ്ങളതിലുണ്ടോ ഇല്ലേ നോക്കട്ടെ, ഇല്ലെങ്കിൽ എത്താനുള്ള പണി നോക്കട്ടെ, പറയൂ നബിയെ. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, കുല്ലു ലഈഫിൻ മുതലഇഫിൻ ലൗ അഖ്സമ അലല്ലാഹി ല അബറ, ഇവരാണ് അധികം സ്വർഗത്തിൽ. കുല്ലു ലഈഫിൻ, ബലഹീനരായ ആളുകൾ, മുതലഇഫിൻ, പച്ചപ്പാവങ്ങളായ ദുർബലരായ അടിച്ചമർത്തപ്പെടുന്നവരായ സാധുക്കൾ, ലൗ അഖ്സമ അലല്ലാഹി ല അബറ, നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനും വിലയില്ലാത്തവനാണെങ്കിലും 5 പൈസയുടെ മാർക്കറ്റ് കൊടുക്കപ്പെടാത്തവരാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ മാർക്കറ്റ് ഉണ്ട്, അള്ളാഹ്ക്ക് അവർക്ക് വിലണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ആണയിട്ട് പറഞ്ഞാൽ അള്ളാഹ് നടപ്പിലാക്കി കൊടുക്കുന്ന സാധുക്കൾ, അവരാണ് സ്വർഗത്തിൽ പോകുന്നത്. അലാ ഉഖ്ബിറുക്കും ബി അഹ്ലിന്നാർ, നരകക്കാർ ആരാണെന്ന് പറഞ്ഞുതരട്ടെ. സ്വഹാബാക്കൾ പറഞ്ഞു, അതെ, ബലാ യാ റസൂലല്ലാഹ്, കുല്ലു ജവ്വാലിൻ മുസ്തക്ബിരിൻ, കുല്ലു ഉതുല്ലിൻ ജവ്വാലിൻ മുസ്തക്ബിരിൻ, ക്രൂരന്മാരായ പൊങ്ങച്ചക്കാരായ അഹങ്കാരികൾ, അവരാണ് നരകം നിറയുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തത് കാണാം, ബുഖാരിയിലും മുസ്ലിമിലും കാണാം. എത്ര ഹദീസ്. റസൂലുള്ള ഒരിക്കൽ തുപ്പല് കാണിച്ചു, നമ്മൾ വായിന്ന് വരുന്ന തുപ്പലില്ലേ, അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, യഖൂലുല്ലാഹ്, സ്വഹാബാക്കളെ അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, തുപ്പല്. യഖൂലുല്ലാഹ്, അല്ലാഹ് ചോദിക്കുന്നുണ്ട്, അതുഅ്ജിസുനി യബ്ന ആദം, മനുഷ്യ നീ എന്നെ തോൽപ്പിക്കാൻ വരികയാണോ? നീ എന്നോട് യുദ്ധം ചെയ്യാൻ വരികയാണടാ? എന്റെ കിബിരിയ എന്ന് പറഞ്ഞ വിശേഷണം അത് പിടിച്ചു വലിക്കാൻ വരികയാണോ? വഖദ് ഖലഖതുക മിൻ മിസ്ലി ഹാദിഹി, ഇതുപോലത്തെ അറക്കുന്ന വെറുക്കുന്ന ഒരു സാധനത്തിൽ നിന്നാണ് ഞാൻ നിന്നെ പഠിച്ചത്. അതേ, ബീജത്തുള്ളി, അതിനേക്കാൾ വൃത്തികെട്ടതും വെറുപ്പുണ്ടാക്കുന്നതായ സാധനാണ്. അല്ലാഹ് പറയാ, ഈ തുപ്പലിലേക്ക് ചൂണ്ടിക്കാണിച്ച് റസൂലുള്ള പറയാൻ, അള്ളാഹു പറയുന്നുണ്ട്, അതുഅ്ജിസുനി യബ്ന ആദം, നീ എന്നെ കീഴ്പ്പെടുത്താൻ വരികയാണ് മനുഷ്യ. വഖദ് ഖലഖതുക മിൻ മിസ്ലി ഹാദിഹി, ഇതുപോലത്തെ ഒരു സാധനത്തിൽ നിന്നാണ് ഞാൻ നിന്നെ പഠിച്ചത്, എന്നിട്ട് നീ എന്നോട് യുദ്ധം ചെയ്യാൻ വരികയാണോ? അള്ളാഹു ചോദിക്കുകയാണ്. സ്വർഗത്ത് പോകാൻ കൂടുതൽ തലത്തിമറിയൊന്നും വേണ്ട, കിബിറന്ന് അങ്ങോട്ട് ഒഴിവായാൽ തന്നെ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ഫാറഖ റൂഹുഹു ജസദഹു, ശ്രദ്ധിച്ച് കേൾക്കണേ, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് ഹദീസ്, മൻ ഫാറഖ റൂഹുഹു ജസദഹു, ഒരാളുടെ തടിയിൽ നിന്ന് റൂഹ് വേർപ്പെടുന്ന നേരം, അഥവാ മരിക്കുന്ന നേരം, വഹുവ ബരീഉം മിൻ സലാസ് ദഖലൽ ജന്ന, 3 കുഴപ്പങ്ങൾ അയാൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, 3 ന്യൂനതകൾ അയാൾക്കില്ലെങ്കിൽ, ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കേറിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ട് കേറുന്നല്ല. ഒരാൾ മരിക്കുന്ന സമയത്ത് 3 പാപങ്ങൾ, 3 കുറവുകൾ ഇല്ലാത്ത വിധം മരിക്കുകയാണെങ്കിൽ ദഖലൽ ജന്നത, ആ മനുഷ്യൻ സ്വർഗത്തിൽ കേറിക്കഴിഞ്ഞു, എത്തിക്കഴിഞ്ഞു. ഏതാണത്? റസൂലുള്ള വിശദീകരിച്ചു. ആ 3 സ്വർഗത്തിന് തടസ്സമാകുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. 1 അൽ കിബ്റു, അഹങ്കാരമാണ്. 2 വദ്ദൈനു, കടമാണ്. വദ്ദൈനു, കടമാണ്. അതുകൊണ്ടാണ് മയ്യത്ത് വെച്ചിട്ട് ഉസ്താദിനെ ഏൽപ്പിച്ചാലും ഏൽപ്പിച്ചില്ലെങ്കിലും ഫضل ഉസ്താദ് വിളിച്ചു പറയുന്നത്, സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ മകൻ ഏറ്റോട്ടെ. മകന്റെ മനസ്സിൽ അപ്പൊ വാപ്പച്ചി കുറെ ബാധ്യതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്നെ കൊണ്ട് പോയി കൊടുക്കാൻ പറ്റൂല, ഒരു കാലത്ത് ഇന്നവിടെ കൊടുന്ന് കിടത്തും, അപ്പൊ എന്റെ മക്കളെ ഏറ്റോളും, അത് ഇറക്കടില്ല ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട്, ഇവിടെയുണ്ട് എവിടെയുണ്ട്. അനൗൺസൊക്കെ ചെയ്തിരുന്നു, മകനെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് എടുത്തു തരിക, വാപ്പച്ചി കാട്ടിക്കൂട്ടിയിൽ ഇപ്പൊ ഞാൻ എന്നാ ചെയ്യാ? സ്വർഗം ഉണ്ടാവില്ല. റസൂലുള്ള പറഞ്ഞു, 3 കേസുകളിൽ നിന്ന് ഒഴിവായാൽ സ്വർഗം, ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോവാണ് ആ മനുഷ്യൻ.
മരിക്കുന്ന നേരത്ത്. 1 അഹങ്കാരം, 2 കടം, 3 അൽ ഗുലൂൽ ചതി. ഏത് മേഖലയിലുള്ള ചതിയായാലും ചതിവുണ്ടാവാൻ പാടില്ല. ഈ 3 കേസിൽ നിന്ന് രക്ഷപ്പെട്ട് മര്യാദയ്ക്ക് ജീവിച്ച് ആകുന്ന ഫർളും പറ്റുന്ന സുന്നത്തൊക്കെ ഇച്ചിരി ചെറിയ ഫാൾട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സലാമത്താകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത്. അതിനിതാണ് മാറണം. ഇത് മാറണം എന്നുണ്ടെങ്കിൽ അതുണ്ടോ ഇല്ലയെന്ന് ആദ്യം അറിയണം. ഇൻഷാ അല്ലാഹ് അതിന്റെ അടയാളം, അഹങ്കാരത്തിന്റെ സിഗ്നലുകൾ, അതിന്റെ അലാമാത്തുകൾ, അതിന്റെ ലക്ഷണങ്ങൾ അത് പറയണം നമുക്ക് അടുത്ത ആഴ്ച. എന്തൊക്കെയാണ് അഹങ്കാരത്തിന്റെ ലക്ഷണം? ആ ലക്ഷണം നോക്കിയിട്ടാണ് സൂക്കട്. ഇത് കിബിറ് പറഞ്ഞ സാധനം മുഴച്ച് കാണൂല. ഏതുപോലെ ക്യാൻസർ എന്ന് പറഞ്ഞത് അകത്ത് പണി തുടങ്ങി ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാണ് മുഴ വരിക എന്ന പോലെ കിബിർ അകത്തുണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ സിഗ്നല്, അതിന്റെ അലാമാത്തുകൾ വിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കത് പറയുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടോ ഇല്ലേന്ന്, എന്നിട്ട് അതിന്റെ മരുന്ന് നമുക്ക് പറഞ്ഞിട്ട് നിർത്താം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കിബിർ എന്ന മഹാരോഗത്തിൽ നിന്ന്, മനസ്സിനെ തകർക്കുന്ന മഹാരോഗത്തിൽ നിന്ന്, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന ദുസ്വഭാവത്തിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ.